പണ്ടുകാലത്ത് കേരളം ഭരിച്ചിരുന്നത് മഹാബലി എന്ന മഹാനായ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്നു. മഹാബലി തൻ്റെ ദാനശീലത്തിനും കരുണയ്ക്കും പേരുകേട്ടവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ സഹായം തേടിയെത്തിയ ആരും വെറും കൈയോടെ മടങ്ങിയിരുന്നില്ല. കാലം കടന്നുപോകുന്തോറും മഹാബലിയുടെ ശക്തിയും പ്രശസ്തിയും വർദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം 3 ലോകങ്ങളിലേക്കും വ്യാപിച്ചു. മഹാബലിയുടെ ശക്തി വർദ്ധിച്ചതോടെ ദേവന്മാർ ആശങ്കയിലായി. അവർ ഒരുമിച്ച് വൈകുണ്ഠത്തിലെത്തി ശ്രീ മഹാവിഷ്ണുവിനെ സമീപിച്ചു. പ്രഭോ, മഹാബലി വളരെ ശക്തനായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണന്റെ ശക്തി 3 ലോകങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ദേവന്മാർ വിഷ്ണുവിനെ അറിയിച്ചു. ദേവന്മാരുടെ വാക്കുകൾ മഹാവിഷ്ണു ശാന്തമായി കേട്ടു. മഹാബലി ധർമ്മനിഷ്ഠനും ദാനശീലനുമായ രാജാവാണെന്ന് വിഷ്ണുവിന് അറിയാമായിരുന്നു. മഹാബലി ധർമ്മനിഷ്ഠനും ദാനശീലനുമായ രാജാവാണ്. അവനെ നശിപ്പിക്കുവന്തല്ല, എന്നാൽ ലോകങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട്. അതിനായി മഹാവിഷ്ണു ഒരു ചെറിയ ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ശ്രീ മഹാവിഷ്ണു വാമനനായി അവതരിച്ചു. കയ്യിൽ ചെറിയ കുടയും കമണ്ഡലവുമായി ദിവ്യമായ തേജസ്സുള്ള ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ വാമനൻ മഹാബലിയുടെ യാഗശാലയിലേക്ക് യാത്രയായി. അന്ന് മഹാബലി ഒരു മഹായാഗം നടത്തുകയായിരുന്നു. അവിടെ എത്തിയ വാമനനെ മഹാബലി ആദരവോട് സ്വീകരിച്ചു. സ്വാഗതം ബാല, അങ്ങേക്ക് എന്താണ് വേണ്ടത്? മഹാരാജാവേ, എനിക്ക് വലിയ സമ്പത്തൊന്നും വേണ്ട. എന്റെ കാലടികളാൽ അളക്കാവുന്ന 3 അടി മണ്ണ് മാത്രം മതി. 3 അടി മണ്ണ് മാത്രമോ? തീർച്ചയായും ഞാനത് നൽകാം. മഹാരാജാവേ, സൂക്ഷിക്കുക. ഈ ബാലൻ സാധാരണക്കാരനല്ല. ഇതിന് പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. ഗുരോ, ഞാനൊരു വാക്ക് നൽകിയിരിക്കുന്നു. ഒരു രാജാവ് നൽകിയ വാക്കിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. മഹാബലി തന്റെ വാക്ക് പാലിക്കാൻ തീരുമാനിച്ചു. അങ്ങേക്ക് വേണ്ട 3 അടി അളന്നെടുത്താലും ഭീമാകാരനായ ത്രിവിക്രമനായി മാറി. ആദ്യ ചുവടുകൊണ്ട് അദ്ദേഹം ഭൂമിയാകെ അളന്നു. 2ാമത്തെ ചുവടുകൊണ്ട് ആകാശവും ദേവലോകവും അളന്നു. മഹാബലി, എന്റെ 2 ചുവടുകൾ കൊണ്ട് ഭൂമിയും ആകാശവും ഞാൻ അളന്നു. ഇനി 3ാമത്തെ ചുവട് എവിടെ വെക്കണം? പ്രഭോ, ഇനി എനിക്ക് നൽകാൻ ഒന്നും ബാക്കിയില്ല. അതിനാൽ 3ാമത്തെ ചുവട് എന്റെ തലയ്ക്ക് മുകളിൽ വെച്ചുകൊള്ളണമേ. 3ാമത്തെ ചുവട് തൻ്റെ തലയിൽ വെക്കണമെന്ന് മഹാബലി ഭഗവാനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ത്രിവിക്രമൻ തൻ്റെ 3ാമത്തെ ചുവട് മഹാബലിയുടെ തലയിൽ വെച്ചു. മഹാബലി മരിച്ചില്ല. അദ്ദേഹത്തെ ഭഗവാൻ സുതല ലോകത്തിലേക്ക് അയച്ചു. മഹാബലിയുടെ ദാനശീലത്തിലും ഭക്തിയിലും സന്തുഷ്ടനായ മഹാവിഷ്ണു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. സുതല ലോകത്തിൻ്റെ രാജാവായി മഹാബലി അവിടെ വാഴണമെന്നും താൻ തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്നും വിഷ്ണു അരുളി ചെയ്തു. എന്നാൽ മഹാബലിക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രഭോ, എനിക്കൊരു ആഗ്രഹം മാത്രമേയുള്ളൂ. പറയൂ മഹാബലി. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണാൻ വർഷത്തിലൊരിക്കലെങ്കിലും എനിക്ക് കേരളത്തിലേക്ക് മടങ്ങി വരാൻ കഴിയണം. മഹാവിഷ്ണു ആ ആഗ്രഹം സന്തോഷത്തോടെ അംഗീകരിച്ചു. അങ്ങനെ എല്ലാ വർഷവും മഹാബലി തൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലേക്ക് മടങ്ങിവരുന്നു എന്നാണ് വിശ്വാസം. മഹാബലിയുടെ വരവിനെ സന്തോഷത്തോടെ വരവേൽക്കുന്നതിനാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. പൂക്കളവും ഓണസദ്യയും വള്ളംകളിയും വിവിധ ആഘോഷങ്ങളും കൊണ്ട് കേരളം മഹാബലിയെ വരവേൽക്കുന്നു. തൻ്റെ ജനങ്ങൾ സന്തോഷത്തോടെയും സമത്വത്തോടെയും ജീവിക്കുന്നത് കാണുമ്പോഴാണ് മഹാബലിക്ക് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ മഹാബലിയുടെ കഥ ഇന്നും കേരളത്തിൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. മാവേലി നാടു വാണിയിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.